മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും ഉണ്ടാവട്ടെ. ഭക്തരെ, കണ്ണടച്ചുള്ള പ്രാർത്ഥനകളിലല്ല, കൺമുന്നിലെ മനുഷ്യരോടുള്ള പെരുമാറ്റത്തിലാണ് കരുണ നിറയേണ്ടത്. എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ സമയത്ത് ഭംഗിയായി നടക്കുന്നതാണ്. അമിത ചിന്തകൾ പ്രയോജനം ചെയ്യില്ല. ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും പിന്നീട് യാഥാർത്ഥ്യമായേക്കാം. ചോദ്യം ചെയ്യുന്നതിനേക്കാൾ വിശ്വസിക്കാൻ തയ്യാറാകുക. ഭക്തരെ, പിടിവാശി കൊണ്ടോ അഹംഭാവം കൊണ്ടോ ജീവിതത്തിൽ ഒന്നും തന്നെ നേടാൻ കഴിയില്ല. എന്നാൽ വിട്ടുവീഴ്ച കൊണ്ട് പലതും നേടാൻ സാധിക്കും. ഒരു മനുഷ്യൻ അയാളിലേക്ക് മാത്രമായി സ്വയം ചുരുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അയാൾ അത്രമേൽ വേദനിച്ചിരിക്കണം. നിങ്ങളുടെ മനസ്സ് തകർക്കാനും മനസ്സ് നിറയ്ക്കാനും പ്രിയപ്പെട്ടവരോളം പോന്ന വേറെ ആരുമില്ല എന്നത് ഒരു സത്യമാണ്. നിങ്ങൾക്ക് ഒറ്റപ്പെട്ടു എന്ന തോന്നലുണ്ടാകാതിരിക്കാൻ ഏറ്റവും നല്ലത് അമിതമായി ആരിലും അടിമപ്പെടാതിരിക്കുക എന്നത് മാത്രമാണ്. മൗനമാണ് പല സമയത്തും നല്ലത്. പ്രതികരിക്കാൻ പോയാൽ നിങ്ങൾ തെറ്റുകാരാകും. കാരണം തെറ്റ് ചെയ്യുന്നവർ ന്യായീകരിക്കാൻ ഏറ്റവും മിടുക്കരാണ്. ഭക്തരെ, കർമ്മത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് അറിയുക. നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് അർഹിക്കുന്ന പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഒന്നും അധികമാകരുത്. ഒന്നുകിൽ അത് നിങ്ങളുടെ മൂല്യം ഇല്ലാതാക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി വേദനിക്കേണ്ടി വരും. അത് സ്നേഹമായാലും പ്രണയമായാലും ബന്ധങ്ങളായാലും. പല പ്രാവശ്യം വാക്കുകൾ മാറ്റി പറയുന്നവരിൽ നിന്നും സ്നേഹം, സത്യം, വിശ്വാസം ഇതൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക. ഓർമ്മകൾ സമ്മാനിക്കുന്ന ചില നിമിഷങ്ങൾ വളരെ അമൂല്യമാകുന്നു. കാരണം ആ ഓർമ്മകളാണ് നിങ്ങൾ ഒരാളെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് മനസ്സിലാക്കി തരുന്നത്. നിങ്ങൾ ചോദിച്ചു വാങ്ങുമ്പോഴല്ല, നിങ്ങൾക്കായി എന്തും മനസ്സറിഞ്ഞ് തരുമ്പോൾ മാത്രമാണ് അവയെല്ലാം നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതാവുക. അത് സ്നേഹമായാലും പരിഗണനയായാലും. നിങ്ങൾക്ക് നല്ല ജീവിതമോ ചീത്ത ജീവിതമോ നൽകിയിട്ടില്ല. നിങ്ങൾക്ക് ഒരു ജീവിതം നൽകിയിട്ടുണ്ട്. അത് നല്ലതോ ചീത്തയോ ആക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്ക് സ്നേഹിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ക്ഷമിക്കാൻ പഠിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ മഹാദേവന്റെ അനുഗ്രഹം എന്നുമുണ്ടാകും. എല്ലാവരും സന്തോഷത്തോടു കൂടിയിരിക്കുക. ഓം നമഃ ശിവായ.